അഗ്നിനാദഹ്യമാനസ്തു ശത്രുമധ്യഗതോരണേ വിഷമേ ദുർഗമേ ചൈവാം ഭയാർത്താ ശരണം ഗതാ ന തേഷാം ജായതേ കിഞ്ചിത് അശുഭം രണസങ്കടേ നാപദം തസ്യ പശ്യാമി ശോകദുഃഖഭയം നഹി യേസ്തു ഭക്ത്യാ സ്മൃതാനൂനം തേഷാം വൃദ്ധി പ്രജായതേ. അഗ്നിനാ ദഹ്യമാനസ്തു അഗ്നിയാൽ ദഹ്യമാനാത്തു ദഹിക്കപ്പെടുന്നതാകട്ടെ, രണേ യുദ്ധത്തിൽ ശത്രുമധ്യഗത ശത്രുക്കളുടെ ഇടയ്ക്ക് അകപ്പെട്ടവനാകട്ടെ, വിഷമേ ദുർഗമേ രണസങ്കടേ ചേവ വിഷമകരവും ദുർഗമവുമായ രണസങ്കടത്തിൽ അകപ്പെട്ടവനാകട്ടെ, ഭയാർത്ത ഭയം കൊണ്ട് ആർത്തരായവരാകട്ടെ, ശരണം ഗത ദേവിയെ ശരണം പ്രാപിച്ചവരായാൽ തേഷാം അവർക്ക് കിഞ്ചിത് അശുഭം ന ജായത അല്പം പോലും അശുഭം ഉണ്ടാകുകയില്ല, തസ്യ അവന് ആപദം ആപത്ത് ന പശ്യാമി ഞാൻ കാണുന്നില്ല, ശോക ദുഃഖ ഭയം നഹി ശോകമോ ദുഃഖമോ ഭയമോ ഇല്ല, എയ്ത്തു ഏതൊരുവരാൽ ഭക്ത്യാ സ്മൃത ഭക്തിയോടുകൂടി സ്മരിക്കപ്പെട്ടവളായാൽ തേക്ഷാം അവർക്ക് ഋദ്ധി മേന്മ അല്ലെങ്കിൽ സമൃദ്ധി പ്രജായതേ ഉണ്ടാകുന്നു നൂനം തീർച്ച. തീയിൽ അകപ്പെട്ടവരോ യുദ്ധത്തിൽ ശത്രുക്കളുടെ ഇടയിൽപ്പെട്ടവരോ അസാമാന്യമായ രണസങ്കടത്തിൽപ്പെട്ടവരോ ഭയപീഡിതരോ ആകട്ടെ ഭയാർത്ഥരായി ദേവിയെ ശരണം പ്രാപിച്ചാൽ അവർക്ക് അമംഗളം ഉണ്ടാവുകയില്ല. ദേവിയെ ആശ്രയിക്കുന്നവന് ശോകമോ ദുഃഖമോ ഭയമോ ഇല്ല, അവനെ ബാധിക്കാവുന്ന ഒരാപത്തും ഞാൻ കാണുന്നില്ല. ഭക്തിപൂർവം ദേവിയെ സ്മരിക്കുന്നവർക്ക് തീർച്ചയായും സമൃദ്ധി ഉണ്ടാകും. പ്രേതസംസ്ഥാത്തു ചാമുണ്ഡാം വാരാഹി മഹിഷാസനാം ഐന്ദ്രീ ഗജസമാരൂഢാം വൈഷ്ണവീ ഗരുഡാസനാം മാഹേശ്വരീ വൃഷാരൂഢാം കൗമാരീ ശിഖിവാഹനാം ബ്രാഹ്മീ ഹംസസമാരൂഢാം സർവാഭരണഭൂഷിതാം നാനാഭരണശോഭാഢ്യാം നാനാരത്നൈശ്ച ശോഭിതാം ദൃശ്യന്തേ രഥമാരൂഢാം ദേവ്യാ കോപസമന്വിതാം. ചാമുണ്ഡ ചാമുണ്ഡി ദേവി പ്രേത സംസ്ഥാത്തു പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. വാരാഹി മഹിഷാസന മഹിഷം വാഹനമായുള്ള വാരാഹി ദേവി. ഗജസമാരൂഢ ഐന്ദ്രി ആനവാഹനമായുള്ള ഐന്ദ്രി ദേവി. ഗരുഡാസന വൈഷ്ണവി ഗരുഡൻ വാഹനമായുള്ള വൈഷ്ണവി. ശിഖിവാഹന കൗമാരി ശിഖിയുറ മയിലാണ് മയിൽ വാഹനമായ കൗമാരി ദേവി. ഹംസസമാരൂഢ ബ്രാഹ്മി ഹംസസമാരൂഢയായ ബ്രാഹ്മി ദേവി. ഈ ദേവിമാർ നാനാഭരണ ശോഭാഢ്യ പലതരത്തിലുള്ള ആഭരണങ്ങളുടെ ശോഭ കൊണ്ട് ശ്രേഷ്ഠകളായും നാനാ രത്നൈശ്ച ശോഭിത നാനാ രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവരായും കോപസമന്വിത കോപത്തോടു കൂടിയവരായും രഥാരൂഢരായും ദൃശ്യന്തേ കാണപ്പെടുന്നു. പ്രേതസംസ്ഥയായ ചാമുണ്ഡ മഹിഷാസനയായ വാരാഹി ഗജസമാരൂഢയായ ഐന്ദ്രി ഗരുഡാസനയായ വൈഷ്ണവി വൃഷാരൂഢയായ മാഹേശ്വരി ശിഖിവാഹനയായ കൗമാരി ഹംസസമാരൂഢയായ ബ്രാഹ്മി എന്നീ ദേവിമാർ സർവാഭരണങ്ങളുടെയും ശോഭ കൊണ്ട് ആഢ്യരും നാനാരത്നങ്ങളാൽ ഉപശോഭിതരും ക്രോധസമന്വിതരും രഥാരൂഢകളുമായി കാണപ്പെടുന്നു എന്ന് സപ്തമാതൃക്കളെ സ്മരിക്കുന്നു. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം ച മുസലായുധം ഖേടകം തോമരം ചൈവാം പരശും പാശമേവജാം കുന്ദായുധം ത്രിശൂലം ചാം ശാർങ്ങായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായാം ഭക്താനാം അഭയായ ചാം ഭാരയന്ത്യായുധാനീഥം ദേവാനാം ച ഹിതയായ വൈ. ശംഖം ചക്രം ഗദാം ശക്തിം ഹലം മുസലായുധം ച ശംഖം ചക്രം ഗദാ ശക്തി ഹലമുസലം എന്നീ ആയുധങ്ങൾ ഖേടകം തോമരം ച ഏവ പരശും പാശം ഏവ ച പരിച ഇരുമ്പുവടി വെൺമഴു കയറ് കുന്ദായുധം ത്രിശൂലം ച ശാർങ്ങ അനുത്തമം ശാങ്കായുധം കുന്തം ത്രിശൂലം പിന്നെ ശ്രേഷ്ഠമായ ശാർങ്ങം കൊമ്പുകൊണ്ടുണ്ടാക്കിയ വില്ല ഇത്തം ഇപ്രകാരമുള്ള ആയുധാനി ആയുധങ്ങളെ ദൈത്യാനാം ദേഹനാശായ ദൈത്യന്മാരുടെ ദേഹനാശത്തിനായും ഭക്താനാം അഭയായ ച ഭക്തന്മാരുടെ അഭയത്തിനായും ദേവാനാം ഹിതയായി വൈ ദേവന്മാരുടെ ഹിതത്തിനായും ഈ ദേവിമാർ ധാരയന്തി ധരിക്കുന്നു. സപ്തമാതാക്കളും അവരുടെ കൂടെയുള്ള ദേവീശക്തികളും ശംഖം ചക്രം ഗദാശക്തി ഹലം മുസലം കേടകം തോമരം പരശു പാശം കുന്തം ത്രിശൂലം ശ്രേഷ്ഠമായ ശാർഗം തുടങ്ങിയ ആയുധങ്ങൾ ദൈത്യന്മാരുടെ നാശത്തിനായും ഭക്തന്മാരുടെ ഭയനാശത്തിനും ദേവന്മാരുടെ ഹിതത്തിനും വേണ്ടി ധരിക്കുന്നു.